റിപ്പബ്ലിക് ദിന പരേഡ് കാണാനും അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുമായി കേരളത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ HSSലെ മിടുക്കികളാണ് പോയിരിക്കുന്നത്. മത്സരം എന്താണെന്നൊക്കെ ഇംതിയാസ് കരീം നമുക്ക് പറഞ്ഞു തരും. അതിന് തൊട്ട് മുമ്പായി ഒരു കുഞ്ഞു വീഡിയോ കാണാം. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് തത്സമയം. ഇംതിയാസ്, അപ്പോൾ എന്തായാലും റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകാൻ തന്നെയാണ് പോകുന്നത് എന്നവരുടെ പ്രാക്ടീസ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ കൊച്ചു മിടുക്കികളുടെ വിശേഷം, പറയൂ. നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ട പോലെ തന്നെ ഇതൊരു ബാൻഡ് മത്സരമാണ്. ഈ ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കാനായി കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ HSSലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുമാണിത്. 29 കുട്ടികളുണ്ട്. ഈ കുട്ടികളെല്ലാം ദേശീയതല ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഡൽഹിയിലേക്ക് ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ നാളെ അവിടെ എത്തും. 24, 25 തീയതികളിലാണ് ഇവർക്ക് മത്സരമുള്ളത്. ഈ മത്സരത്തിലേക്ക് വെറുതെ പോയി അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുക എന്നുള്ളതല്ല. ഇതിനായിട്ട് ഇവർ നിരവധി ദിവസങ്ങളായിട്ട് ഇവർ ഇതിനായിട്ടുള്ള പരിശീലനത്തിലായിരുന്നു. ആ പരിശീലനത്തിന് ശേഷം തിരുവനന്തപുരത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടി. അതിനുശേഷം ദക്ഷിണ മേഖലാ മത്സരത്തിൽ ബാംഗ്ലൂരിൽ മത്സരിച്ച് അവിടെ നിന്നും 1ാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഇവർ ദേശീയതല മത്സരത്തിനായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നത്. ഈ മത്സരം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു മത്സരമാണ് ഈ ബാൻഡ് മത്സരം എന്ന് പറയുന്നത്. 2018 ഇവരുടെ തന്നെ ഈ സ്കൂളിലെ ടീം 1ാം സ്ഥാനം നേടിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ വീണ്ടും കിട്ടുന്നത്. അവർ ആ മത്സരത്തിൽ പങ്കെടുക്കും. ആ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം റിപ്പബ്ലിക് ദിന പരേഡും കണ്ടതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് തിരിച്ച് കേരളത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ അധ്യാപകരൊക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. ഇതിൽ +2 വിദ്യാർത്ഥികളാണ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമാണ്. +2 വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഈ ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, അധ്യാപകരുടെ എല്ലാം പൂർണ്ണ പിന്തുണ, അതുപോലെ തന്നെ റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശീലനം, ഇതൊക്കെയാണ് ഈ ടീമിൻ്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, എല്ലാം പെൺകുട്ടികളാണ്, ചുണക്കുട്ടികളായ പെൺകുട്ടികൾ. അവർ ഇത്തരത്തിൽ ഈ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോഗോ, അതുപോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനെ ഇത്തരം മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിൽ നിന്ന് പലരും ദേശീയ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ മത്സരിക്കാൻ പോകാറുണ്ട്. പക്ഷേ ബാൻഡ് മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ തയ്യാറാക്കി അതിനുവേണ്ടി മത്സരത്തിന് പങ്കെടുക്കാൻ അവർക്കുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി അവരെ പറഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അപൂർവമായി കാണുന്നതാണ്. അതിൽ ഇന്ന് കോഴിക്കോട്ടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഉണ്ട് എന്ന് പറയുന്നതിൽ തന്നെയാണ് ഏറ്റവും അഭിമാനമായ കാര്യം. അഭിമാനിക്കാനുള്ള വക തന്നെ ആ കാഴ്ചയിലുണ്ട്. എന്തായാലും കൊച്ചുമിടുക്കികൾ കുറച്ചധികം നാളത്തെ പ്രാക്ടീസിനൊക്കെ ശേഷമാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മാതൃഭൂമി ന്യൂസിന്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്.